ഹലോ, വെൽക്കം ബാക്ക് ടു ഫർഹാസ് വ്ളോഗ്സ്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ആ ഫ്ലവറിൻ്റെ പെറ്റൽസിൽ തന്നെ നമ്മൾ ഒരു ലെയറും കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞൊരു 3 ചെയിൻ ഇടുക. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് 4 എണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു 4 ചെയിൻ ചെയ്തിട്ട് അതിനെ പെറ്റിൽ എൻഡ് ചെയ്യണതിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക ചെയ്യുന്നത്. അത് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് പിന്നെ ആ ഒരു പെറ്റലിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അടുത്തത് ഒരു 4 ചെയിൻ ചെയ്യുക. അത് മേലെ കൊണ്ടുപോയിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ വീണ്ടും ഒരു 3 ചെയിൻ ചെയ്യുക. വീണ്ടും അത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെയർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പെറ്റലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരിക. ഞാൻ 5 പെറ്റലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് അതിൻ്റെ പെറ്റലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യണതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവറിൻ്റെ ഫസ്റ്റ് ലുക്ക് വരിക. ഇനി അടുത്തത് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോണത് ബാക്ക് ലൂപ്പിലാണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്ക് ലൂപ്പ്. അപ്പോൾ ഇനി അതിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആ മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ സ്റ്റിച്ചിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൽ തുടങ്ങി നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക ചെയ്യണത്. അത് പാറ്റേൺ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ചിൽ ഫസ്റ്റ് തുടങ്ങണത് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ അതിൻ്റെ ഡബിൾ ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിൽ, അങ്ങനെ 1 2 1 2 ആ രീതിക്ക് ചെയ്ത് വന്നാൽ നമുക്ക് മൊത്തം ഒരു 15 സ്റ്റിച്ചസ് കിട്ടും. അങ്ങനെ ഈ പാറ്റേണിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക. അങ്ങനെ ഇവിടെ ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ഫസ്റ്റ് സ്റ്റിച്ച് കാണുന്നതിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ആ റോ കംപ്ലീറ്റ് ചെയ്യുക ചെയ്യണത്. അത് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പെറ്റലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 4 ചെയിൻ ചെയ്യാം. എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ചെയ്യണത്. അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യാണ്. അതിന് വേണ്ടിയിട്ട് ക്രോഷ്യയിൽ 3 തവണ യാൺ ഓവർ ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അടുത്ത സ്റ്റിച്ചിൽ പോയിട്ട് അവിടെ യാൺ ഓവർ ചെയ്തിട്ട് അങ്ങനെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ 2 ലൂപ്പിൽ കൂടെ യാൺ ഓവർ, വീണ്ടും 2 എണ്ണത്തിൽ കൂടെ, വീണ്ടും 2 എണ്ണത്തിൽ കൂടെ, വീണ്ടും 2 എണ്ണത്തിൽ കൂടെ, അങ്ങനെ 4 തവണ നമ്മൾ 2 ലൂപ്പിൽ കൂടെ വെച്ചിട്ട് യാൺ ഓവർ ചെയ്ത് വരണം. അങ്ങനെയാണ് ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ നമ്മൾ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റിച്ചിൽ വീണ്ടും ഈ ട്രിപ്പിൾ ക്രോഷ്യ 2 എണ്ണം വെച്ചിട്ട് ഒരേ സ്റ്റിച്ചിൽ ചെയ്യുക.
പിന്നെ വീണ്ടും ഒരു 4 ചെയിൻ ചെയ്തിട്ട് അതിനെ പെറ്റലിൻ്റെ ബേസിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ പെറ്റൽ കംപ്ലീറ്റ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ഇത് തന്നെ നമ്മൾ ഇനി ഒരു 5 തവണ കൂടെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് സെക്കൻഡ് റൗണ്ടിലെ പെറ്റൽസും കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതവിടെ എല്ലാ പെറ്റൽസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം 6 പെറ്റൽസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിനെ ഇതുപോലെ താഴെ കൊണ്ടുപോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്തതിൽ നമ്മളെ റിസൾട്ട് ഇതാ ഇപ്പോൾ കാണിക്കണ പോലെ ഇങ്ങനെ ഇരിക്കുക. ഇനി ഒരു ലെയറും കൂടെ നമുക്ക് വർക്ക് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് അതിനെ ഈ പെറ്റലിൻ്റെ താഴെന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 3ാമത്തെ സ്റ്റിച്ച് വരുന്നതിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും 2 ചെയിൻ ചെയ്യുക. അതിന് അടുത്ത സ്റ്റിച്ചിൽ ഈ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ മുകളിലത്തെ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഞാൻ പറയണത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടെന്ന് എനിക്കറിയില്ല. കുറേ ലാഗ് ആവണുണ്ടെന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിൽ ഇതുപോലെ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. പിന്നെ ചെയിൻ 1 ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചെയിൻ ചെയ്യുക. ഇതുപോലെ ഫസ്റ്റ് ചെയ്ത പോലെ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, അടുത്ത ഒരു സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ, എന്നിട്ട് വീണ്ടും 2 ചെയിൻ ചെയ്തിട്ട് അതിന് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ആ സൈഡിൽ വരുന്ന ചെയിനിൽ 2ാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 ചെയിനും കൂടെ ചെയ്ത് ഇതിൻ്റെ ബേസിൽ ഈ പെറ്റലിൻ്റെ ബേസിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പെറ്റൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെറ്റൽ ഇതാ ഇതുപോലെ ഇരിക്കുക കാണാൻ. അങ്ങനെ ഞാനിവിടെ എല്ലാ പെറ്റലും ഇതാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പെറ്റലിൻ്റെ ലാസ്റ്റ് ഭാഗത്തെ ചെയിൻ താഴെ കൊണ്ടുപോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. അതിൻ്റെ ബാക്കിലേക്ക് പിടിച്ചിട്ട് ഞാൻ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലവറിൻ്റെ ഈ അവിടെ ഞാൻ കട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലവർ കാണാനിതാ ഇങ്ങനെ ഇരിക്കുക. ഇനി ഇതിൽ ചെറിയൊരു പണിയും കൂടെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതാ ഈ സെൻറ്റർ പോർഷനിൽ വരുന്ന ഈ ഒരു യെല്ലോ പാർട്ടില്ലേ, അതിന് നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഒരു 3 ചെയിൻ ചെയ്യുക. One, 2, 3. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണത്. അങ്ങനെ അടുത്തതിലും അതിൻ്റെ അടുത്തതിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് വീണ്ടും ഒരു 3 ചെയിൻ ചെയ്യുക. ഇതുപോലെ 2 ചെയിനിൽ 2 സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളൊരു 7 എണ്ണം ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ ഞാനിതാ ഇവിടെ 7 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ജസ്റ്റ് ഒരു ചെയിൻ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതിനൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ഒന്ന് ബാക്കിലേക്കൊന്ന് പിടിച്ച് ആ യാണിൻ്റെ 2 ടെയിലും പിടിച്ചൊന്ന് കെട്ടി കൊടുത്താൽ നമ്മളെ സെൻറ്റർ പോർഷൻ റെഡിയായി. എന്നിട്ട് പിന്നെ ഇതിനെ ഫ്ലവറിൻ്റെ ബാക്കിൽ കൂടെ നമ്മൾ ജസ്റ്റ് ക്രോഷ്യ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടെയിലിനെ താഴോട്ട് വലിച്ച് ഫ്ലവറിൻ്റെ ടെയിൽ വരുന്നുണ്ടല്ലോ അതും പിടിച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കുക ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു ഫ്ലവറിനെ നിങ്ങൾക്ക് ഡ്രസ്സ് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ ഹെയർ ആക്സസറീസ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. ഏത് പ്രൊജക്റ്റിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലവർ ഞാൻ ഇവിടെ കെട്ടി കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.